നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്ലേവ് സൊസൈറ്റീസ് ഇൻ ജനപദാസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അതായത് മഹാജനപദങ്ങളിലെ ദാസ സമുദായങ്ങളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മഹാജനപദത്തിന്റെ കാലം BC 600 മുതൽ 300 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മഹാജനപദങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേദകാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലും 600ഓട് കൂടിയിട്ട് അല്ലെ BC 600ഓട് കൂടിയിട്ടാണ് മഹാജനപദങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അല്ലെങ്കിൽ വേദകാലഘട്ടത്തിന്റെ ഒരു ചെറിയ തോതിൽ നമുക്കൊരു അതിന്റെ ഒരു അവസാനം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ 600 മുതൽ 300 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മഹാജനപദങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പൊ ദാസ സമുദായങ്ങള് മഹാജനപദങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു അടിമത്വം അല്ലെ, ദാസന്മാരെന്ന് പറയുമ്പോൾ ഒരു അടിമത്വം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ അടിമത്വത്തിന്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. കൃഷിയിടങ്ങളിലും അതുപോലെ ഇരുമ്പ് ഉൽപാദന കേന്ദ്രങ്ങളിലും രാജധാനികളിലും ഒക്കെയാണ് അന്ന് ഈ അടിമകൾ നിർമ്മാണ പ്രവർത്തന മേഖലകളിലൊക്കെ അടിമകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമായിരുന്നു, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു അടിമകള്. കുടുംബപരമായിട്ട് തന്നെ അടിമത്വം ഫോളോ ചെയ്തു പോകുന്നത്. അതായത് അടിമയുടെ മകൻ അടിമ, അടിമയുടെ മകൾ അടിമ എന്നുള്ള രീതിയിൽ അനുഷ്ഠിച്ചു പോന്നിരുന്നു. പുരുഷ അടിമകൾക്കാണ് കൂടുതൽ മൃഗീയമായിട്ടുള്ള ശാരീരിക കായിക അധ്വാനങ്ങള് പുരുഷ അടിമകൾക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു മാനസികവും അതുപോലെ ഒരു സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിറ്റീരിയോറേഷനാണ് ഈ വനിതകൾക്ക് അടിമകൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. ചൂഷണങ്ങൾ, പലതരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ അവര് അനുഭവിച്ചിരുന്നു. ഇനി അടിമകൾക്ക് സ്വതന്ത്രരാകാനുള്ള സാധ്യത തന്നെ വളരെ കുറവായിരുന്നു. അതുപോലെ രാജാവിനോ മഹാജനപദത്തിലെ ഭരണകൂടത്തിനോ ഒക്കെ അതുപോലെ വലിയ സമ്പത്തുകാരനോ ഒക്കെ അവരുടെ മേല് പൂർണ്ണ അധികാരം ഉണ്ടായിരുന്നു. ഒരു അടിമ എന്ന് പറയുമ്പോൾ അവരുടെ യജമാനന്റെ ഒരു വസ്തു ആയിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇനി അടിമകൾക്ക് യുദ്ധത്തിന് കീഴ്പ്പെടുത്തുന്നവരെയൊക്കെ, അല്ലെങ്കിൽ ഒരു രാജാവ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവിടെ നിന്ന് യുദ്ധ തടവുകാരായി പിടിക്കുന്നവരൊക്കെ അടിമകളായിട്ടും, അതുപോലെ തന്നെ കടബാധ്യത മൂലം ചിലര് സ്വയം ആ കടം വാങ്ങിയ ആളുടെ അടിമയായിട്ട് മാറുന്ന രീതിയൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നു. അടിമകളെ വിൽപ്പന നടത്താനൊക്കെയുള്ള അധികാരം ഉണ്ടായിരുന്നു ഉടമകൾക്ക്. അപ്പൊ അടിമകൾക്കെതിരെ മനുസ്മൃതിയിലും അർത്ഥശാസ്ത്രത്തിലും ഇതിലൊക്കെ അടിമകൾക്ക് എതിരായിട്ടുള്ള പരാമർശങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതില് ദാസരെ മോചിപ്പിക്കുന്നതിനേക്കാളേറെ അടിമത്തം കൂടുതൽ കർശനമാക്കുന്നതിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് ഈ സ്മൃതികളിലൊക്കെ പറയുന്നത്. എന്നാൽ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഒക്കെ ഒരു ആഗമനത്തോടു കൂടി അടിമകൾക്ക് കുറെ കൂടി ഒരു മെച്ചപ്പെട്ട ജീവിത അവസ്ഥകൾ വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഗധം, കോസലം, അവന്തി, വത്സം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ ദാസ്യവേലയ്ക്ക് കർശനമായ ദാസ്യവേല നിലനിന്നിരുന്നു. വിശേഷിച്ചും മഗധം, അർത്ഥശാസ്ത്രത്തിൽ ഏറ്റവും അധികം പരാമർശം കാണുന്നത് ഈ മഗധത്തിലെ ദാസ്യവേല. കാരണം മഗധ കൂടുതൽ ശക്തമായിട്ടുള്ള ജനപദമായിരുന്നല്ലോ. ഇനി ഏറ്റവും സമ്പന്നനായ അടിമ സമ്പ്രദായം പുലർത്തിയിരുന്ന, ഏറ്റവും കൂടുതൽ അടിമ സമ്പ്രദായം പുലർത്തിയിരുന്നത് മഗധത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഇത് ആ കാലഘട്ടത്തിലെ ഒരു സാമാന്യ പ്രയോഗം തന്നെയായിരുന്നു അടിമത്തം എന്നുള്ളതെങ്കിൽ പോലും അത് ഏറ്റവും ശക്തം ഈ മഗധയിൽ തന്നെ ആയിരുന്നു. ഇനി വർണ്ണ വ്യവസ്ഥയിൽ നിന്നാണ് ഈ ജാതി വ്യവസ്ഥ രൂപപ്പെടുന്നത്. നമുക്കറിയാം അല്ലെ, വർണ്ണം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇതാണ് 4 വർണ്ണങ്ങൾ. ഈ 4 വർണ്ണങ്ങളിൽ നിന്നാണ് ക്രമേണ ആ ഓരോ വർണ്ണങ്ങളിൽ പെടുന്ന ആളുകള് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉള്ള ആളുകൾക്കിടയിൽ ജാതികളായിട്ട് രൂപപ്പെട്ടു. ഓരോ വർണ്ണത്തിലും അനേകം ജാതികൾ ഉൾക്കൊള്ളുന്ന ഓരോ വർണ്ണമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അതിൽ നിന്ന് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന രീതിയിലൊക്കെയുള്ള ജാതി വ്യവസ്ഥയിലേക്ക്, അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവങ്ങളിലേക്ക് വരുന്നു. ഇപ്പൊ മഹാജനപദ കാലം, അതായത് 600 മുതൽ 300 വരെയുള്ള കാലഘട്ടത്തില് സാമുദായിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പോ വർണ്ണത്തിൽ നിന്ന് ജാതി രൂപപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഇനി ഈ ഒരു കാലഘട്ടത്തില് വൃഷ്ണികള്, മല്ലന്മാര്, ലിച്ഛാവികള്, വൈദ്യർ, അതുപോലെ വ്യാപാരികള്, കർഷകർ, ഇങ്ങനെ പല പല വിഭാഗങ്ങള് ഈ ഒരു കാലഘട്ടത്തില്
വളർന്നു വന്നു. ഈ ജാതി വ്യവസ്ഥ ഈ സ്ലേവറിയെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ജാതീയമായിട്ടൊക്കെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, പിന്നോക്ക ജാതികളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ അടിമകളായിട്ട് മാറുന്നത്. ഇനി ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ ശക്തിപ്പെടുന്നതിനുണ്ടായ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പൗരസ്ത്യ ജനതന്ത്രങ്ങളുടെ ഒരു സാമൂഹിക സാമ്പത്തിക വ്യത്യാസങ്ങളാണ് ആദ്യമായിട്ട് ജാതി വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കിയത്. ഏറ്റവും സമ്പന്നരായിട്ടുള്ള വിഭാഗങ്ങൾ പ്രബല ജാതികളായും ഉയർന്ന ജാതികളായി പരിഗണിക്കപ്പെട്ടു. ആദ്യ കാലഘട്ടത്തിൽ സമ്പത്ത് കുറഞ്ഞവര് താഴ്ന്ന ജാതികളായിട്ട്. അത് തൊഴിലിലും അങ്ങനെയാണ്. കൂടുതൽ ഏൺ ചെയ്യാവുന്ന തൊഴിലുകൾ ചെയ്യുന്നവര് ഉയർന്ന ജാതിയും, പിന്നോക്കം നിൽക്കുന്നത്, സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ താഴ്ന്ന ജാതിയുമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവര് താഴ്ന്ന ജാതികളിലേക്കും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഒക്കെ പുതിയ സമൂഹങ്ങൾ ഒക്കെ ആയിട്ട് കൂടിച്ചേർന്നപ്പോൾ പുതിയ പുതിയ ജാതികളും അവിടെ രൂപപ്പെട്ടു. ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ യുദ്ധ തടവുകാരെ മറ്റൊരു ജാതിയായിട്ട് പരിഗണിച്ചു. അങ്ങനെ ജാതികളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു. ഇനി വൃത്തിയുമായി ബന്ധപ്പെട്ട പണികൾ ചെയ്യുന്ന ആളുകളുണ്ട്. തോട്ടികള്, ചണ്ടാലന്മാര്, ഇല്ലെ, ഇങ്ങനെയുള്ള മാലിന്യം വാരി വൃത്തിയാക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ ഏറ്റവും താഴ്ന്ന ജാതിയിലാണ് പരിഗണിച്ചിരുന്നത്. അതുപോലെ ഈ വൈദിക മതചര്യകളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകള് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജോലികൾ ചെയ്തു. ഇത് ഈ കുലങ്ങളുടെ അല്ലെങ്കിൽ ജാതീയ വ്യവസ്ഥയുടെ രൂപത്തിന് ഇതൊക്കെ കാരണമായിട്ടുണ്ട്. ഇപ്പൊ വർണ്ണങ്ങള്, അതിന് ഉപവർണ്ണങ്ങൾ രൂപപ്പെട്ടു, ഉപവർണ്ണങ്ങളിൽ ജാതികൾ രൂപപ്പെട്ടു, ജാതികളിൽ തന്നെ ഉപജാതികൾ രൂപപ്പെട്ടു, ഇങ്ങനെ വന്നു. ഈ വിവാഹ സമ്പ്രദായത്തില് ഈ ജാതി വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് എൻഡോഗമി അല്ലെ കാസ്റ്റ് എൻഡോഗമി, ഒരു ജാതിയിൽപ്പെട്ടവര് സ്ട്രിക്റ്റ്ലി ആ ജാതിയിലുള്ളവരെ മാത്രം വിവാഹം കഴിക്കുന്ന രീതികൾ നിലവിൽ വന്നു. അത് ഈ സമ്പ്രദായത്തെ, ജാതി സമ്പ്രദായത്തെ കൂടുതൽ ശക്തമാക്കുന്നതിനും ജാതി സമ്പ്രദായത്തെ നിലനിർത്തുന്നതിനും കാരണം ഇത്തരം വിവാഹങ്ങൾ തന്നെയായിരുന്നു. വിവാഹം ഒരു ഫ്ലെക്സിബിൾ ആണെങ്കിൽ, ജാതിയുടെ വ്യത്യാസമില്ലാത്ത രീതിയിൽ വിവാഹം ഫ്ലെക്സിബിൾ ആയിരുന്നുവെങ്കിൽ ജാതി നിലനിൽക്കില്ലായിരുന്നു. പക്ഷെ ജാതിയെ നിലനിർത്തിയ പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാസ്റ്റ് എൻഡോഗമി തന്നെ ആയിരുന്നു. ഇനി മതപരമായിട്ട് സ്വാധീനം പല മതങ്ങളിലും, പ്രത്യേകിച്ച് ഹൈന്ദവ മതത്തിനിടയിലാണ് ജാതി സിസ്റ്റം ഏറ്റവും ശക്തമായിട്ട് നിലനിന്നിരുന്നത്. എങ്കിലും ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഒക്കെ സ്വാധീനം ജാതി വ്യവസ്ഥയെ കുറച്ചൊക്കെ ഒന്ന് മയപ്പെടുത്തുന്നത് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.